ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റും ഒരു 1.5 സവാളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. നല്ല തിന്നായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഉള്ളിയും ക്യാരറ്റും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിവിടെ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു ഹാഫ് കുക്കിലാണ് കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഒഴിച്ചെടുക്കുന്ന അതേ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല ഹാർഡായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ബോൾസാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ നമ്മുടെ ബോൾസാക്കി എടുക്കരുത്, കാരണം നമ്മൾ പത്തിരി നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്യുന്ന ആ ഒരു പ്രസ്സിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഓരോന്നും റൗണ്ട് ഷേപ്പിലായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ തിന്നായിട്ട് തന്നെയാണ് ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോന്നിനും ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു വലുപ്പത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി. ഇനി ഇതിന് സെൻറ്ററിലായിട്ട് 1-2 ടീസ്പൂൺ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇതേ ഒരു രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. നമ്മൾ സാധാരണ മോമോസൊക്കെ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലേക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ മടക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്ന് നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാലും അത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ ഒട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പലഹാരം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചെറിയൊരു കിഴി രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഫസ്റ്റ് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് വരും കേട്ടോ. ഫസ്റ്റത്തെ 2 മാത്രമേ നമുക്കിതുപോലെ ചെറുതായിട്ട് മടക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നമ്മുടെ പലഹാരം മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദ വെച്ചിട്ട് ഞാനിവിടെ 10 പലഹാരമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പരത്തിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് കുറച്ചധികമായിട്ട് വരുള്ളൂ. അത് നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മാറ്റി നമുക്ക് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.